എന്താണ് ഇവിടെ കിടന്ന് ചുറ്റി കളിക്കുന്നത്? എടുക്കാൻ വന്നതാ. കാര്യം പറഞ്ഞ അതെ, എന്താ ഇത്? കിമ്പളാണ്, വെച്ചോളൂ. ഞാൻ അന്തസ്സായിട്ട് ജോലി ചെയ്ത് ശമ്പളം മേടിക്കുന്നുണ്ട്. എനിക്ക് കിമ്പളം വേണ്ട. കിമ്പളം വാങ്ങണ വേറെ ആരെങ്കിലും എന്താ ഇവിടെ? കുമ്പളത്തുകാരൊരു രാവുണ്ണിയുണ്ട്, അവനിന്ന് ലീവാ, വന്നില്ല. ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ലേശം മറ്റവനെ വാങ്ങാനായിരുന്നേ. മറ്റവനോ? മദ്യോ? കാർന്നവരെ നിങ്ങൾ എന്തെന്നാണ് വിചാരിച്ചത്? മദ്യപിക്കാൻ ഇത് ബാർ അറ്റാച്ച്ഡ് ഹോസ്പിറ്റൽ ആണെന്ന് കരുതിയോ? നിങ്ങൾ ഈ പറഞ്ഞത് വേറെ ഏതെങ്കിലും അറ്റൻഡർമാരോ ആയിരുന്നെങ്കിൽ നിങ്ങൾ അപ്പനെ മോനെ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തേനെ. നിങ്ങൾക്ക് മര്യാദ ഇല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ മാന്യത ഉണ്ട്, അറിയാമോ? കാശെട്. സാധനം വാങ്ങിക്കാനുള്ള കാശെടുക്കാൻ ഏത് വേണം, എത്ര വേണം? 1 പൈന്റ് റം. 1 പൈന്റ് മതി. അപ്പൊ ചേട്ടന് വേണ്ടേ? കന്നാലി, അപ്പൊ നീ കഴിക്കല്ലേ? എങ്കിൽ പിന്നെ പുള്ളു തന്നെ ആയിക്കോട്ടെ. കെട്ടിപ്പിടിച്ച് കണ്ട് കാശെടുക്ക. എടുക്കാലോ. ഉണ്ടുണ്ട്, തികച്ചുണ്ട്. അത് കൂടുതലോ? 3 സോഡ. 2 എണ്ണേ ഉള്ളൂ. കുഴപ്പമില്ല, പൊട്ടിച്ചതിനകത്തോട്ട് ഒഴിച്ചോ. ഫ്ലാസ്കിൽ സോഡയാ? പിന്നെ ടാങ്കറിൽ കൊണ്ടുപോകണം സോഡ. ഒഴിക്കേ. ബാക്കി പൈസ പോട്ടെ. കുപ്പി താനെടുത്തോ. നീ എന്തുടേ അളക്കണേ? അങ്ങനെ ഒഴിക്കടാ ചാവി. കാർന്നവരെ, എന്തിനും ഒരു അളവുള്ളത് നല്ലതാ. ഇക്കാലത്ത് സ്നേഹം വരെ അളന്നല്ലേ കൊടുക്കുന്നത്. നീ കൊറിക്കാനൊന്നും വാങ്ങിയിട്ടില്ലേ? വെളിയിൽ നിന്ന് എന്തിനാ വാങ്ങുന്നത്? എല്ലാം ഇവിടെ തന്നെ ഉണ്ടല്ലോ. മൾട്ടി വിറ്റാമിൻ, കാൽഷ്യം, സാൻഡോസ്, സൂപ്രാഡൈൻ, ജലൂസിൽ. നീ എന്തുട്ടേ പറയണേ? കപ്പലണ്ടിക്ക് വരാൻ ഗുളിക കഴിക്കേ? ഇതൊക്കെ വിറ്റാമിൻ ആണ്. മദ്യം വിഷമാണെന്നല്ലേ പറയാറ്. മദ്യത്തിന്റെ കൂടെ ഈ വിറ്റാമിൻസും കൂടെ കഴിച്ചാൽ എല്ലാം ബാലൻസ് ആയി, ലിവർ ഓക്കെ. വേണമെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പിൽസ് മിക്സർ ആയിട്ട് കഴിക്കാം. ഭക്ഷണത്തിന് മുൻപോ പിമ്പോ എങ്ങനെ വേണേലും കഴിക്കാം, പക്ഷേ മാറിപ്പോരുത്. ഒരു ദിവസം വിറ്റാമിൻ ആണെന്ന് കരുതി സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് കഴിച്ചു, 2 ദിവസം ഉറങ്ങിപ്പോയി. കറുതൽ കഴിക്കേ. സ്നേഹം. എനിക്ക് എന്നോട് സ്നേഹം ഉണ്ട്, അതുകൊണ്ടല്ലേ ഇത് വാങ്ങാൻ പറഞ്ഞേ. സ്നേഹം വരുന്നു. എനിക്ക് നേരത്തെ വന്നതാ, നിനക്ക് ഇപ്പോഴല്ലേ സ്നേഹം വന്നത് എന്നോട്? അല്ല, നഴ്സ് സ്നേഹലത വരുന്നെന്ന്. കാരണം ഈ മറവിൽ ഒളിച്ചോ, ഞാൻ വിളിക്കുമ്പോ വന്നാ മതിയേ. അതൊക്കെ ഞാൻ മാറ്റിക്കൊള്ളാം. താനെന്താ ഇവിടെ? അതിപ്പോ സ്വല്പം മുമ്പേ അവിടെ നിൽക്കുകയായിരുന്നു. എന്താ സ്നേഹം? സ്നേഹലതയെ സ്നേഹം കൊണ്ട് സ്നേഹം എന്ന് ചെറുതാക്കി. തൽക്കാലം താൻ എന്നെ അങ്ങനെ ചെറുതാക്കണ്ട. താൻ എന്നാ റാഫേലിന്റെ ഫാദറിനെ MD വിളിക്കുന്നു പോയി പറ. അയാൾ ഇങ്ങോട്ട് വന്നില്ലല്ലോ. റൂമിൽ പോയി പറയണം. അല്ല, നിങ്ങളെന്താ ഇവിടെ? നേഴ്സമ്മല്ലേ പറഞ്ഞ MD വിളിക്കണമെന്ന്? അതല്ല ചോദിച്ചത്, ഇവിടെ എന്താ കാര്യം? അതെന്നെ പറഞ്ഞ MD വിളിക്കണമെന്ന് പറഞ്ഞില്ലേ? ഞാനിപ്പോഴും വന്നിട്ട് കേട്ടോ നേഴ്സമ്മേ, ഈ കമ്മിറ്റി എന്താ സ്നേഹലത ബോധമില്ല സംസാരിക്കുന്നത്? നുള്ളി കീറി ചോദിക്കണോ? കാരണം MD വിളിക്കുന്ന അങ്ങോട്ട് ചെല്ലാ. വിളിക്കാലോ. ഞാനൊരു പേഷ്യന്റ് അപ്പനാണ്, എന്നെ വിളിക്കാലോ MDക്ക്. ഒന്ന് വഴി വഴി. അതന്നെ. സസ്പെൻഷൻ ഉറപ്പായി. വേണ്ട, നിന്നോളാം. വേണ്ട, എന്തുട്ടാ ഡോക്ടർ ഇത്? അത് ശരിയാവില്ല കേട്ടോ. റാഫേലിന്റെ ഫാദറിനെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വിളിപ്പിച്ചെന്നേ ഉള്ളൂ. എവിടെ താമസിക്കുന്നത്? വടക്കാഞ്ചേരിയാണ്. വടക്കാഞ്ചേരി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ വടക്കാഞ്ചേരി. വേറൊരു വടക്കാഞ്ചേരി ഉണ്ട്, അത് വടക്കഞ്ചേരിയാണ്, ആലത്തൂര്. റാഫേലിനെ കൂടാതെ അവനും ഒരുത്തനേ ഉള്ളൂ, ആണും പെണ്ണുമായിട്ട്. റാഫേലിന്റെ അമ്മ? കുഞ്ഞിന്റെ അമ്മ. ഇവൻ 5 വയസ്സുള്ളപ്പോ അവളാ പോയി. അന്ന് ഞങ്ങളെ കുന്നോളത്തായിരുന്നു. വടക്കാഞ്ചേരിയിൽ എന്റെ അമ്മ വീട്ടുകാരുണ്ടേ. ഞാൻ പണിക്ക് പോകുമ്പോ അവനെ എവിടെങ്കിലും ഏൽപ്പിക്കണല്ലോ, അതാ അങ്ങനാ പോയേ. അപ്പൊ ശരിക്കുള്ള സ്വദേശം കുന്നങ്ങളാണ്? അതെ, കുന്നോളത്ത് സെന്റ് ജോർജ് ചർച്ച് അറിയില്ലേ? അതാ ഇടവക. റാഫേലിന്റെ മാമൂസ മുക്കിയതും അവന്റെ അമ്മനെ അടക്കിയത് അവിടാണേ. നല്ല ശക്തിയുള്ള പുണ്യാളാണ്, വിളിച്ചാ വിളിപ്പുറത്താണ്.
എന്റെ റാഫേലിന് വേണ്ടി അവിടെ ഞാൻ നേർച്ച നടന്നിട്ടുണ്ട്. റാഫേലിന്റെ അസുഖം എത്രയും പെട്ടെന്ന് ഭേദമാകാൻ വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആ സമാധാനമായിട്ട് പോയിക്കോളൂ. അപ്പൊ കാർലോസ് ഇങ്ങടെ കുന്നംകുളം സെന്റ് ജോർജ് ചർച്ച്. കാർലോസ് ഈ ഇടവകക്കാരൻ തന്നെയായിരുന്നു. ഭാര്യ മരിച്ച ശേഷമാണോ ഇവിടുന്ന് പോയതെന്ന് നല്ല ഓർമ്മയില്ല. കാലം കുറെ ആയില്ലേ. അതിനിടയിൽ 4-5 ഇടവകകൾ കറങ്ങി തിരിഞ്ഞാണ് ഞാൻ ഇവിടെ വീണ്ടും എത്തിയത്. പിന്നെ കാർലോസിന്റെയും മോന്റെയും കാര്യം ഓർക്കാൻ പ്രത്യേക കാരണമുണ്ട്. കർത്താവ് ഒരു അത്ഭുതം നിവർത്തിയാക്കിയത് ആർക്കും അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ. ഒരു കുഞ്ഞിക്കാൽ കാണാതെ വിഷമിച്ചിരുന്ന കാർലോസിന് ദൈവം നേരിട്ടല്ലേ കൊടുത്തത്. പള്ളി സെമിത്തേരിയിൽ ആരോ ഉപേക്ഷിച്ചു പോയ കുഞ്ഞാ റാഫേൽ. ആ ക്രൂരതയ്ക്ക് ദൈവം മാപ്പ് കൊടുക്കട്ടെ. ഇടവകക്കാർക്കൊക്കെ വലിയ കാര്യമായിരുന്നു ആ കുഞ്ഞിനെ. കാർലോസ് ആണെങ്കിൽ സ്വന്തം മോനെ പോലെയാ അവനെ വളർത്തിയത്. അല്ല, താങ്കൾ കാർലോസിന്റെ ആരാണെന്നാ പറഞ്ഞത്? എന്റെ ബന്ധം കാർലോസുമായിട്ടല്ല, കാർലോസിന്റെ ദത്തുപുത്രനായ റാഫേലുമായിട്ടാണ്. 20 വർഷം മുമ്പ് എനിക്ക് പറ്റിയൊരു കൈപ്പിഴ. അതാണ് റാഫേൽ. അമ്മേ, കുറെ നേരമായി ഞാൻ ബെല്ലടിക്കാൻ തുടങ്ങിയിട്ട്. ഓ, ഒരു വീണവായന. എല്ലാം കൂടി ചവിട്ടി ഒഴിച്ചാൽ പുറത്തു കളയും. അമ്മ പോയി കിടന്നോളൂ. മതി മതി. ഐ, ഇത് കൂടെ അങ്ങോട്ട് കഴിക്കണം ചതി. മതി അപ്പച്ച. മരുന്ന് കഴിക്കാനുള്ള ആരോഗ്യം വേണ്ട നിനക്ക്. ശരിക്കും വല്ലത് അകത്തോട്ട് ചെല്ലണം. കഴിക്കണ പന്നി. എങ്ങനെയുണ്ട് ജോൺസൺ? ആ, നല്ല ആഹാരം കഴിക്കണം. ചിക്കൻ സൂപ്പ്, മട്ടൺ സൂപ്പ്, വെജിറ്റബിൾസ്. അവൻ എങ്ങനെ ചിക്കൻ സൂപ്പ് കഴിക്കണേ? പട്ടരൂട്ടിയല്ലേ നമ്പൂരിശൻ മോരി. എന്തിനാ ഇങ്ങനെയൊക്കെ വിളിക്കുന്നേ? സ്നേഹം കൊണ്ട് വിളിക്കണ കേട്ടോ. എനിക്ക് ഇവനല്ലാണ്ട് വേറെ ആരല്ല ഈ പന്നി. എന്തെങ്കിലും കഴിക്കുമ്പോ തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയാ. ഡോക്ടർ നമ്പ്യാരോട് വിവരം പറഞ്ഞില്ലേ? പറഞ്ഞു, പക്ഷേ എനിക്ക് എന്താ അസുഖമെന്ന് ഡോക്ടർ പറയുന്നില്ല. ഈ ചെറുപ്രായത്തിൽ തന്നെ സംഗീത ആചാര്യന്മാർക്ക് പോലും വഴങ്ങാത്ത രാഗങ്ങൾ ഉയർന്ന ഷഡ്ജങ്ങളിൽ ആലപിച്ചതുകൊണ്ട് തൊണ്ടയ്ക്ക് ക്ഷതമേറ്റതായിരിക്കും. എന്തിനാ പേരൊക്കെ മാറ്റി പറഞ്ഞത്? റാഫേൽ നല്ല പേരാണല്ലോ. കേട്ടാ ഡോക്ടർ പറഞ്ഞ കേട്ടാ നീയേ? എന്തുട്ടാ പേരാ മാറ്റിയേ? എടാ, എപ്പോഴും നല്ലത് നേരെ വാ നേരെ പോന്നുള്ള വഴിയാണ്. റാഫേൽ വിഷമിക്കണ്ട കേട്ടോ. നമ്പ്യാര് നല്ല ഡോക്ടറാ. കേട്ടല്ല നീയേ? വായ തുറക്കടാ തുറക്കടാ ശാബി. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എല്ലാം ഒരു കെട്ടുകഥ പോലെ. അല്ല, ഒരു കണക്കിന് ഇതൊരു ദൈവാനുഗ്രഹമായിട്ട് കരുതിക്കൂടെ? കുട്ടികളില്ലാത്ത നിങ്ങളുടെ അടുത്തേക്ക് ഈശ്വരൻ അവനെ പറഞ്ഞയച്ചതാണെങ്കിലോ? ഈശ്വരനല്ല, ചെകുത്താൻ അയച്ചത്. എന്റെ ജീവിതം തൊലയ്ക്കാൻ. വർമ്മ, ലുക്ക്, സുബ്ബലക്ഷ്മിയിൽ തനിക്ക് കുട്ടികളില്ലാത്ത സ്ഥിതിക്ക് റാഫേലിനെ സ്വന്തം മകനായിട്ട് കരുതിക്കൂടെ? തന്റെ ചോരയല്ലെങ്കിലും അവനെ സുബ്ബലക്ഷ്മി പ്രസവിച്ചതല്ലേ? അതാണ് കുഴപ്പം. ഏത് നിമിഷം അവൾ റാഫേലിനെ തിരിച്ചറിയുന്നുവോ ആ നിമിഷം ഞാൻ പിടിച്ചെടുക്കിയ എല്ലാ സൗഭാഗ്യങ്ങളും എനിക്ക് നഷ്ടപ്പെടും. സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെടാൻ കാരണക്കാരൻ ഞാനാണെന്ന് അറിഞ്ഞാൽ പണ്ട് അപകടമരണമാണെന്ന് എടുത്തെളിയ അവന്റെ അച്ഛന്റെ കൊലപാതകത്തിന് പോലും ഞാൻ സമാനം പറയേണ്ടി വരും. ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അത് നമ്പ്യാരുടെ സഹായം എനിക്ക് വേണം. മനസ്സിലായില്ല. അസുഖം ഭേദമായി അവനിവിടെ നിന്ന് പോകരുത്. അതിനു മുമ്പ് യെസ്, അവൻ ജീവനൊഴിക്കാൻ പാടില്ല. ഐ വാണ്ട് ടു കിൽ ദാറ്റ് ബാസ്റ്റർഡ്. ചുപ്പിട്ട് വാതിൽ മുട്ടിട്ട് അകത്ത് ഒന്നുകൂടെ നിനക്ക്. നമ്പ്യാർ ഡോക്ടറെ കാണാൻ വന്നത് 204 പേഷ്യന്റ് റാഫേൽ വേദന കൂടി നിലവിളിക്കുക. അത് പറയാൻ വന്നതാ. അപ്പൊ മുട്ടണോ തട്ടണോ എന്നൊന്നും ഞാൻ ആലോചിച്ചില്ല. താൻ പോയിക്കോ, ഡോക്ടർ നോക്കിക്കോളൂ. ചെല്ല്. എന്താടോ? നല്ല വേദനയുണ്ട്. തൊണ്ടയ്ക്കുള്ളിൽ മുള്ളാണി പെട്ട പോലെ. സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്നാ അധികം സംസാരിക്കണ്ട. ആ, ഓവറാനല്ലേ? അതെ ഡോക്ടർ. ആ 405 പേഷ്യന്റ് ആംബുലൻസിലും കൊടുത്തോ? ഇല്ല ഡോക്ടർ, ഇത് കഴിഞ്ഞിട്ട്. ഇതുവരെ കൊടുത്തില്ലേ? ഇല്ല. ചെല്ല്, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം.
യൂസ്ലെസ്. ഡോക്ടർ അതെ ഞാൻ പറഞ്ഞങ്ങ് ചെയ്താൽ മതി. ചെല്ലേ. അരമണിക്കൂറിനുള്ളിൽ എല്ലാ വേദനയും മാറും. അല്ല, സമയം എത്ര ആയിട്ട് എംഡിക്കുള്ള ചായ കൊണ്ടു കൊടുത്തില്ലേ? മുഖത്ത് കണ്ണില്ലേ? ചായ ഒഴിച്ചോണ്ടിരിക്കുകയല്ലേ? രാവിലെ തന്നെ ഒരു സ്റ്റുപ്പിട്ടും ഗെറ്റൗട്ടും കിട്ടി. ഓ, അത് തനിക്ക് നിത്യവും കിട്ടുന്നതല്ലേ? അതെ, ഇത് കൊണ്ടുപോയി എംഡിയുടെ റൂമിൽ കൊടുത്തില്ലെങ്കിൽ വേറെയും ചില ചെറിയ കേൾക്കേണ്ടി വരും. എന്ത് ജന്മവടാ! അയ്യോ, എംഡിയുടെ ചായ എടുത്ത് കുടിക്കുന്നേ. എന്താ എംഡിക്ക് മാത്രമേ ചായ കുടിക്കാവോ? ഒരു തൊഴിലാളി ചായ കുടിച്ചാൽ എന്താ തൊണ്ടേ കൂടെ ഇറങ്ങുകയല്ലേ? ഓസിന് കിട്ടിയാൽ ആസിഡും കുടിക്കുന്ന വർഗമല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ സ്റ്റുപ്പിഡെന്ന് വിളിച്ചതല്ലേ? ഞാൻ കുടിച്ച കപ്പി തന്നെ അയാൾ കുടിച്ചാ മതി. ആഹാ, എന്നെ ബ്ലഡി ഫുള്ളെന്ന് വിളിച്ചതല്ലേ? എന്റെ വിരല് മുക്കിയ ചായ അയാൾ കുടിച്ചാൽ മതി. പൊള്ളുന്നെങ്കിൽ പൊള്ളട്ടെ, കുഴപ്പമില്ല. മുതലാളിയാണെന്ന് കരുതി ഒരു തൊഴിലാളിയോട് മര്യാദ കടായിട്ട് പെരുമാറുന്നത്. ഒരു തൊഴിലാളിയെ മർദ്ദിച്ചാൽ അറ്റൻഡർ കുടിച്ചതിന്റെ അവശിഷ്ടം ഡയറക്ടർ കുടിക്കേണ്ടി വരും. വലിയ വലിയ മുതലാളിമാരോട് ഞങ്ങൾക്ക് ഇങ്ങനെയല്ലേ പ്രതികാരം ചെയ്യാൻ പറ്റും. അതാ അതിന്റെ തത്വശാസ്ത്രം. വാതിലി മുട്ടില്ല എന്ന് പരാതി വേണ്ട. എന്താ ഇങ്ങനെ? എങ്ങനെ? ഫയലിന്റെ പുറത്താണോ ചായ കൊണ്ടുവരുന്നത്? ഫയല്, ചായ, ട്രേ. സാധനം 3 എണ്ണമില്ലേ? കൈ 2 എണ്ണമല്ലേ ഉള്ളൂ, അതുകൊണ്ട് ട്രേ ഒഴിവാക്കി. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. താങ്ക് യു സർ. ഓടോ. അല്ല, ചായക്ക് മധുരം പാകത്തിനുണ്ടോന്ന്. ഈ ടൈപ്പ് ചായ ഇനിയും വേണോ സാർ? ഓടോ. വേണ്ടെങ്കിൽ വേണ്ട. ഇതെന്ത് കിടപ്പായത്? ഡോക്ടേഴ്സ് വല്ലതും പറഞ്ഞോ ഇങ്ങനെ കിടക്കാൻ? ഇതിനേക്കാൾ കാണാൻ രസം തല ഉത്തരം നിൽക്കുന്നതാണ്. പിന്നെ മദ്രാസിലുള്ള എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും ഞാൻ STD വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. നീ ഗൾഫ് ട്രിപ്പ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി എത്തുന്നു. ഐസിലേക്ക് കൊണ്ടുപോകണം. ഇവിടെ പോയി. ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞു, ഇനി പേടിക്കാനില്ല. ഡോക്ടർ, ഒരു കാര്യം പറയാനുണ്ട്. കാർലോസ് ഏട്ട പോലീസുകാരെ പിടിച്ചോണ്ടുപോയി. നമ്പ്യാർ ഡോക്ടറുമായിട്ട് വഴിയിൽ വെച്ചൊരു കശവിശ ഉണ്ടായി. ചെറിയൊരു ഉന്തിലും തള്ളിലും തുടങ്ങിയതാ, അവസാനം പൊരിഞ്ഞ തല്ലായി മാറി. തൊണ്ട സ്പെഷ്യലിസ്റ്റിന്റെ തൊണ്ട ഇപ്പൊ വീങ്ങി ഒരു മദ്ദളം പോലെ ആയിരിക്കുക. അല്ല, കാർലോസ് ഏട്ട അടിച്ചത് തെറ്റ് തന്നെയാ. പക്ഷെ മരുന്ന് ഡോസ് കൂടിപ്പോയി എന്നൊക്കെ കേൾക്കുമ്പോ അത് അബദ്ധത്തിൽ സംഭവിച്ചാണെങ്കിൽ പോലും എത്രയായാലും ഒരച്ഛനല്ലേ. മാഡം വിളിച്ചു പറഞ്ഞാലേ പോലീസുകാര് കാർലോസ് ഏട്ടനെ വിടൂ.
തെറ്റ് പറ്റിയാൽ അത് അംഗീകരിക്കാനുള്ള സന്മനസ്സെങ്കിലും ഉണ്ടായിരിക്കണം. അല്ലാതെ വെറുതെ സ്റ്റുപ്പിഡ് എക്സ്പ്ലനേഷൻസ് നിർത്തിയിട്ട് കാര്യമില്ല. ആ കുട്ടി മരിച്ചു പോയിരുന്നേ നിങ്ങൾ ആരോട് എന്ത് സമാധാനം പറയും? തക്ക സമയത്ത് ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഓവറാനാണ് ഞാൻ റാഫേലിന് നൽകിയത്. എന്തോ പെട്ടെന്ന് റിയാക്ഷൻ ആയതാണ്. മിസ്റ്റർ നമ്പ്യാർ, നിങ്ങളെ പഠിപ്പിക്കാൻ വരെ ഡിഗ്രി ഉള്ളവളാ ഈ സുബ്ബലക്ഷ്മി. എന്റെ അടുത്ത് നിങ്ങളുടെ അഭ്യാസമൊന്നും വേണ്ട. റാഫേലിന്റെ മുറിയിൽ സ്നേക് വെനത്തിന്റെ ആംബുകൾ എങ്ങനെ വന്നു എന്നാ എനിക്കറിയേണ്ടത്. അതൊന്നും എനിക്കറിയില്ല. നിങ്ങളെ കൊണ്ട് അത് പറയിപ്പിക്കാൻ എനിക്കറിയാം. പോലീസ് കസ്റ്റഡിയിലാക്കേണ്ടത് ആ സാധു മനുഷ്യനെയല്ല, നിങ്ങളെയാണ്. അറിയാതെ ആംപ്യൂൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതങ്ങ് സമ്മതിച്ചാൽ പോരെ നമ്പ്യാരെ. വെറുതെ എന്തിനാ ഇങ്ങനെ ഉരുണ്ട് കളിക്കുന്നത്? ശരിയാണ്, എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. അതിനെന്ത് നടപടി വേണമെങ്കിലും എടുത്തോളൂ. ഇങ്ങനൊരു സംഭവം ലോകത്ത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. അബദ്ധമാണെന്ന് സമ്മതിച്ചല്ലോ, അത് മതി. നോ, ഇതിനെ അബദ്ധമൊന്നും പറയാൻ പറ്റില്ല. ലക്ഷ്മി പ്ലീസ്, സംഭവിക്കാനുള്ളത് സംഭവിച്ചു. നമ്മൾ തന്നെ ഇതൊരു ഇഷ്യൂക്ക് മാറ്റിയാൽ ഹോസ്പിറ്റലിന്റെ റെപ്യൂട്ടേഷനെ വരെ ബാധിക്കില്ലേ? എന്തിനും ഒരു കോംപ്രമൈസ് ആവശ്യമാണ്. ശരി, കോംപ്രമൈസ് ആകാം. ഒന്ന്, കാർലോസിനെ ഈ നിമിഷം തന്നെ പോലീസ് കസ്റ്റഡിയിൽ നടക്കണം. ഓക്കെ. മറ്റൊന്ന്, ഇനി മുതൽ റാഫേൽ നമ്പ്യാരുടെ പേഷ്യന്റ് അല്ല, എന്റെ പേഷ്യന്റ് ആയിരിക്കും. ഇടയ്ക്ക് ചെറിയ സെഡേഷൻ ഉണ്ടാകും, അത് സാരമാക്കാനില്ല. ഒരാഴ്ച കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണം. ഞാൻ ശ്രദ്ധിച്ചോളാം ഡോക്ടർ. ആ, ആരാ? ഞാൻ ഇവിടെ അടുത്ത മുറിയില് തൽക്കാലം വിസിറ്റേഴ്സിനെ അനുവദിക്കുന്നില്ല. കുട്ടി പുറത്തു പോണം.